97ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച ഒറിജിനൽ തിരക്കഥ, മികച്ച എഡിറ്റിംഗ്, മികച്ച നടി എന്നിവയടക്കം 5 അവാർഡുകൾ നേടി തിളങ്ങി അനോറ. ബ്രാഡി കോർബൈറ്റ് സംവിധാനം ചെയ്ത ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയ എഡ്രിയൻ ബ്രോഡിയാണ് മികച്ച നടൻ. ഇത് 2ാം തവണയാണ് ഓസ്കാറിൽ എഡ്രിയൻ ബ്രോഡി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഓസ്കാർ നിശയിൽ മികച്ച സഹനടനെയാണ് ആദ്യമായി പ്രഖ്യാപിച്ചത്. ജെസി ഐസൻബർഗ് സംവിധാനം ചെയ്ത എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കിരൺ കൽക്കിനാണ് മികച്ച സഹനടനായി തിരഞ്ഞെടുത്തത്. 42-കാരനായ കിരൺ ഹോം അലോൺ സിനിമയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ താരമാണ്. എമിലി പെരസിലെ അഭിനയത്തിലൂടെ സോയി സൽദാന മികച്ച സഹനടിയായി. ഫ്ലോ ആണ് മികച്ച ആനിമേറ്റഡ് ചിത്രം. ലാത്വയിൽ നിന്നും ഓസ്കാർ നേടുന്ന ആദ്യത്തെ ചിത്രമാണ് ഫ്ലോ. വിക്കറ്റ് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം നേടി. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരനായി പോൾ ടേസ്വെൽ ചരിത്രം കുറിച്ചു. ബ്രസീലിയൻ ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ ആണ് മികച്ച ഇതരഭാഷാ ചിത്രം. ഇന്ത്യയുടെ പ്രതീക്ഷയായിരുന്ന ആദം ജെ ഗ്രേവ് സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിം അനുജ പുറത്താക്കപ്പെട്ടു. പ്രിയങ്ക ചോപ്രയും ഗുനീത് മോംഗോയും ചേർന്ന് നിർമ്മിച്ച ചിത്രമായിരുന്നു ഇത്. അനുജ മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിലായിരുന്നു മത്സരിച്ചത്. പുരസ്കാരം നേടിയിരുന്നുവെങ്കിൽ ഗുനീത് മോംഗ ചരിത്രം കുറിക്കുമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.